നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു കിഡിലും ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ ഒന്നുമല്ല, നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് ഇരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്തിട്ട് നമ്മളിത് മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇത് ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ആ ചിക്കനിലേക്ക് ആ മുളകും ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുക്കും. അതിനുശേഷമാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ മസാല പുരട്ടി നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ അത്രയും നേരം വെക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിയട്ടെ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ അരി നല്ലപോലെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു 250 ml കപ്പിൽ 4 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം 1 മണിക്കൂർ നേരത്തേക്കാണ് ഞാനിപ്പോൾ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ജീരകശാല അരിയാണ് ഇതിനും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ റോസ് ബ്രാൻഡിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ അരിയുടെ വേവും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ അരിയുടെ ഉണക്കിനനുസരിച്ച് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും അതേപോലെ വേവിനും വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസിൻ്റെ തന്നെ ആയിട്ടുള്ള വീഡിയോ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മാഞ്ഞാലി ബിരിയാണിയിൽ ചിക്കൻ കറിയും അതേപോലെ റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച പാത്രത്തിൽ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 1/4 ഭാഗത്തോളം വേവ് ആവുന്നത് വരയ്ക്കും ചിക്കൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ചിക്കനിൽ വേവിച്ച ആ ഒരു വെള്ളം, അത് നമുക്ക് പിന്നീട് മസാല റെഡിയാക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലിരുന്നു എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. മസാല റെഡിയാക്കുമ്പോൾ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ഒരു 1/4 ഭാഗം വെന്താതിട്ടോ. ഇപ്പോൾ ദാ വെന്ത് വന്നിട്ടുണ്ട് 1/4 ഭാഗത്തോളം. ഈ സമയത്ത് നമുക്ക് ഇതിൽ ചിക്കനൊക്കെ ഒന്ന് ഊറ്റിയിട്ട് വെള്ളം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും അതേപോലെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കുറച്ച് കറിവേപ്പിലും ഞാൻ ഈ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് കാരണം ഞാനത് പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ മുന്നേ ബിരിയാണിയുടെ റെസിപ്പീസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് 1/4 ഭാഗത്തോളം ഓൾറെഡി വേവിച്ച ചിക്കനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഒന്ന് മുരിഞ്ഞ് ആ ഒരു 1/4 ഭാഗം കൂടി വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബാച്ച് പോരാം, അതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ചിക്കൻ മൊത്തത്തിൽ അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ മൊത്തം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത ഓയിലുണ്ടല്ലോ, ചിക്കൻ വറുത്ത ഓയിൽ, അത് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത്, നീളത്തിൽ എരിഞ്ഞ സവാള 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 വലിയ സവാള നീളത്തിൽ എരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല പോലെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി അരച്ചതാണ്. അത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 3 തുല്യമായിട്ട് എടുത്തിട്ട് നല്ല പോലെ മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരയ്ക്കും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വാടി വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ചെറിയ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തക്കാളി നല്ല പോലെ വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരയ്ക്കും നമ്മളിത് നല്ല പോലെ വാട്ടിയെടുക്കുക. കണ്ടില്ലേ, നല്ല പോലെ നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊടികളുടെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അതിൽ ചെക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ പൊടികളുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മസാലപ്പൊടികളുടെ അളവ് മാറ്റം വരുത്താട്ടോ. ഇനി പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരയ്ക്കും നമ്മളിത് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ദാ നമ്മുടെ പൊടികളൊക്കെ ചേർത്തത് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു വെള്ളമാണത്. അത് നമുക്കിത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കാട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തത്. കുറവുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ചേർത്തിട്ടോ അതല്ലെങ്കിൽ ഈ സമയം ഈ ഗ്രേവിയിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളയ്ക്കണം. അതിനുശേഷമാണ് ചിക്കൻ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ചൂടാക്കാം കേട്ടോ. ഇപ്പം ഇതാ നോക്കിയാൽ തന്നെ കാണാം, നമ്മുടെ മസാല നല്ല പോലെ നമ്മൾ ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെ ആവശ്യത്തിന് നമ്മുടെ ചിക്കനിൽ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇതേ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഞാൻ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് നേരം മതി. അപ്പോഴത്തേന് നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് നല്ല ടേസ്റ്റിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്, കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ടേ വരുള്ളൂ. അത് കാരണം ഈ ഒരു ഇത്രയും ഗ്രേവിയിൽ ഞാൻ ഓഫ് ചെയ്യാണ്. കുറച്ച് മല്ലിയില അവസാനം ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അതേപോലെ തന്നെ പുളി ഒരുപാട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതും നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർക്കുക. അപ്പോൾ ഇത് നല്ല പോലെ ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കപ്പോൾ റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഉരുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി യൂസ് ചെയ്യാം കേട്ടോ.
എടുക്കാം, അതും ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ 2 പപ്പാതി വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. അത് നല്ലപോലെ ചൂടായിട്ട് നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മുഴുവനെപ്പാടിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം പട്ട, 2 തക്കോലം, 3 ഏലക്കായി, 4 ഗ്രാമ്പു, അതേപോലെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനെപ്പാടിയുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളകിന്റെ പേസ്റ്റ് റെഡിയാക്കിയിരുന്നല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഒന്ന് അതിന്റെ പച്ചക്കുത്ത് മാറുന്നത് വരയ്ക്ക് ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് ബ്രൗൺ നിറാവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലപോലെ വാടി വന്നാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ 4 കപ്പ് അരിയാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന തോതിൽ എടുത്തിട്ട് ഉള്ള വെള്ളമാണ്, അളന്നു വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 6 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇച്ചിരി മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ അരി കൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് എടുക്കണം. നമ്മൾ നോർമൽ വാട്ടറാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി നേരത്തെ തന്നെ സോക്ക് ചെയ്തത് ഒന്ന് വാല വെക്കാൻ വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു വന്നാൽ നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വാഷ് 3-4 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് അരി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇത് കഴുകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അരി ചിലപ്പോൾ നുറുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളം വാല വെച്ചതിന് ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം തിളപ്പിക്കാം. അതിനുശേഷം അരി ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ അരിയും കൂടി ചേർത്ത് കഴിഞ്ഞ് വെള്ളത്തിൽ തിള വന്ന് തുടങ്ങിയാൽ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ സൈഡിൽ മാത്രം വേവാതെ ഉള്ളു മാത്രം നടുക്ക് മാത്രം വെന്തിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ഇടയ്ക്ക് ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം സൈഡിൽ നിന്നൊക്കെ. അതല്ലെങ്കിൽ നമുക്ക് അരി വേവാതെ ഇടയ്ക്ക് നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടും. അപ്പൊ അത്രയ്ക്ക് അത് ടേസ്റ്റ് കാണില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസിന്റെ മാത്രമുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ അരി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഒനിയനും അതേപോലെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ ആണ് കേട്ടോ. ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാണാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരി വെന്ത് അതിൽ വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ, നമുക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ ഇത് ദം ചെയ്യാൻ വെക്കാം. അപ്പം ഇത് മൂടി വെച്ചിട്ട് നല്ല പോലെ ടൈറ്റ് ആയിട്ട് ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം കട്ടിയുള്ള എന്തെങ്കിലും മൂടിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിരുന്നു. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ദം പൊട്ടിക്കാണ് കേട്ടോ.
നല്ല പോലെ അരിയിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് നല്ല പോലെ നമ്മുടെ അരി ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നാരങ്ങ നീര് ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടും ഒട്ടി പിടിക്കാതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ റൈസ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മാഞ്ഞാലി സ്റ്റൈൽ എങ്ങനെയാണ് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റൈസ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കറിയും അതേപോലെ റൈസും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് കുറച്ച് കറിയും പീസും അതേപോലെ കുറച്ച് ഗ്രേവിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ, അത് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് വെച്ചിട്ട് തട്ടിപ്പൊത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ കടയിൽ ചെന്നാലും ഇതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് തൂകി കൊടുത്താൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത കിടിലൻ വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.